ഫ്രണ്ട്സ് ഞങ്ങളിന്ന് ഉണ്ടാക്കാൻ വേണ്ടി തക്കാളി അച്ചാറാട്ടോ. അപ്പോൾ ഞങ്ങളെ അമ്മമാരുടെ സ്പെഷ്യലാട്ടോ. ഞങ്ങൾ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോഴൊക്കെ ഞങ്ങൾ ഇതിൻ്റെ അച്ചാർ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 5 തക്കാളി ആയിട്ട് എടുത്തുള്ളത്. നിങ്ങൾക്ക് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് തക്കാളിയുടെ എണ്ണം കൂട്ടട്ടോ. അപ്പോൾ തക്കാളി ഞങ്ങൾ നൈസായിട്ടാണ് അരിഞ്ഞത്. അധികം കട്ടിയിലൊന്നും നൈസായിട്ട് അരിയണം. അപ്പോൾ ഞങ്ങൾ അരിഞ്ഞ തക്കാളി മൊത്തമായി പാത്രത്തിലിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഞങ്ങളിതാ ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ആ എണ്ണ വെളിച്ചെണ്ണ വെച്ചതിന് ശേഷം വെളിച്ചെണ്ണ ചൂടായി വന്ന പാടെ നമ്മൾ എന്ത് ചെയ്യുക, കടുക് ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ കടുകൊക്കെ ഇട്ടതിന് ശേഷം കടുക് ഒന്ന് കുറച്ചൊന്ന് പൊട്ടിയിട്ട് വരുമല്ലോ. ആ പൊട്ടിയ ടൈമിൽ എന്ത് ചെയ്യുക, നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാം കേട്ടോ. അതിക്ക് ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, വേപ്പിൻ്റെ ചേർക്കാം കേട്ടോ. അങ്ങനെ വേപ്പിൻ്റെലൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഉലുവപ്പൊടി ചേർക്കാം കേട്ടോ. 2 ടീസ്പൂൺ ഉലുവപ്പൊടിയായിട്ട് ഞങ്ങൾ ചേർക്കുന്നത്. അപ്പോൾ അത് ചേർത്തിട്ടൊന്ന് ചെറുതായി ഇളക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ അരിഞ്ഞ് വെച്ച തക്കാളി അതിലോട്ട് ആഡ് ചെയ്യാം. ആ തക്കാളിക്ക് ഒന്ന് ആഡ് ചെയ്തിട്ട് അത്യാവശ്യം ഒന്ന് മിക്സ് ആക്കിയാൽ കുറച്ച് വെള്ളമൊക്കെ വരുമല്ലോ, ആ വെള്ളം വരെ ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യാം, നമുക്ക് കുറച്ച് കായപ്പൊടി ആഡ് ചെയ്യാം കേട്ടോ. കായപ്പൊടി ഇട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് അതിലോട്ട് ചേർക്കാം. ഉപ്പൊക്കെ ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ആ ഇളക്കണേൽ എന്ത് ചെയ്യുക, ആ തക്കാളിയുള്ള എല്ലാ വെള്ളം ഇങ്ങനെ താഴത്തേക്ക് വരിക. ചെറുതായിട്ട് തിളക്കം വരും. അങ്ങനെ നല്ലോണം എന്ത് ചെയ്യുക, നമുക്ക് തക്കാളിയൊക്കെ ഒന്ന് മിക്സാക്കി ഉപ്പൊക്കെ പിടിച്ച് നല്ലോണം മിക്സാക്കുക. അപ്പോൾ കുറച്ചുകൂടി ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഇറങ്ങി വരും. അതിനുശേഷം എന്ത് ചെയ്യാം, നമുക്ക് അച്ചാർപ്പൊടി ചേർക്കാം കേട്ടോ. അച്ചാർപ്പൊടി നമുക്ക് ആവശ്യത്തിനുള്ള ചേർക്കാം. അതിനുശേഷം എന്ത് ചെയ്യുക, നമുക്ക് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതാ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ആ തിള കുറച്ചും കൂടി കൂടി വരുന്നവരെ എന്ത് ചെയ്യാം, നമുക്ക് ഒന്നുകൂടി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമ്മൾ അതിലോട്ട് എന്ത് ചെയ്യണം, കുറച്ചൊക്കെ തിളച്ച് വരുന്ന ടൈമിൽ നമുക്ക് വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പുളിക്ക് ആവശ്യമായ വിനാഗിരി ആഡ് ചെയ്തെടുക്കാം. അതിനുശേഷം എന്ത് ചെയ്യുക, ഒന്നുകൂടി ഇളക്കുക. അപ്പോൾ നല്ല പാകമായിട്ട് അച്ചാർ തക്കാളിയൊക്കെ ഒന്നിങ്ങനെ ഉടഞ്ഞ് വന്നിട്ട് നല്ലോണം വെള്ളമൊക്കെ നല്ലോണം തിളച്ച് റെഡി ആയിട്ടുണ്ട് വിനാഗിരി ആഡ് ചെയ്തതിന് ശേഷം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം, ഒരു കഷ്ണം നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമായ ഒരു കഷ്ണം ശർക്കര എന്ത് ചെയ്യുക, നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആ ശർക്കരയൊക്കെ ഒന്ന് ആഡ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. ഞങ്ങൾ ശർക്കര ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതാണ് ഞങ്ങൾ ചെയ്ത ശർക്കര. നിങ്ങൾക്കും ഈ ആവശ്യമായ ശർക്കര ചേർക്കാം. ചേർത്തതിന് ശേഷം എന്ത് ചെയ്യുക, നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, ഒന്ന് നല്ലോണം തിളച്ച് വരും. അപ്പോൾ നല്ല പാകമായിട്ടുണ്ട്. ഈ പാകത്തിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ നല്ല പാകമായിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം കൂട്ടിയും കുറച്ചൊക്കെ ചെയ്യണം കേട്ടോ. നമ്മൾ അധികം കൂട്ടി വെക്കരുത്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മളിതാ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം എന്ത് ചെയ്യുന്നത്, നമുക്കിത് പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ നല്ലോണം മിക്സായി വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിതൊരു പാത്രത്തോട് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ പാത്രം സെർവ് ചെയ്തതിന് ശേഷം നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് നല്ല കിടു സാധനമാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങളൊക്കെ ട്രൈ ചെയ്യുക. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ബൈ.